ഹായ് മക്കളെ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതിൽ NCERTയിൽ ജെൽഡാൾ മെത്തേഡിൻ്റെ ഒരു നല്ല ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജെൽഡാൾ മെത്തേഡിലുള്ള വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. എൻ്റെ അടുത്തൊരു സാമ്പിൾ ഉണ്ട്. എ സാമ്പിൾ ഓഫ് 0.5 gram ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് വാസ് ട്രീറ്റഡ് അക്കോർഡിംഗ് ടു ജെൽഡാൾ മെത്തേഡ്. ദി അമോണിയ ഇവോൾവ്ഡ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു അമോണിയ ടൈട്രേറ്റ് ചെയ്തു. ആരുമായിട്ട്? H2SO4 ടൈട്രേറ്റ് ചെയ്തു. ആ H2SO4ൻ്റെ മൊളാരിറ്റിയും അതേപോലെ H2SO4ൻ്റെ വോളിയം ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ദ റെസിജ്വൽ ആസിഡ്, നമ്മൾ എടുത്ത ആസിഡ് കുറച്ച് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളത് എത്ര ആരുമായിട്ട് ടൈട്രേറ്റ് ചെയ്തു? 60 ml ആൻഡ് 0.5 മോളാർ സൊല്യൂഷൻ ഓഫ് NOH ടൈട്രേറ്റ് ചെയ്തു. ഫൈൻ ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ മക്കളെ, ജെൽഡാൾ മെത്തേഡിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണെന്ന് പറഞ്ഞേ? 1.4 ഇൻറ്റു N1 ഇൻറ്റു അതായത് നോർമാലിറ്റി ഓഫ് H2SO4 ഇൻറ്റു വോളിയം ഓഫ് H2SO4 അല്ല, വോളിയം ഓഫ് H2SO4 ടേക്കൺ അല്ല, വോളിയം ഓഫ് H2SO4 റിയാക്റ്റഡ് വിത്ത് അമോണിയ ബൈ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസാണ് മക്കൾ പ്രതീക്ഷിക്കേണ്ടത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് H2SO4ൻ്റെ നോർമാലിറ്റി ക്വസ്റ്റ്യൻ തരും. അതേപോലെ എത്ര H2SO4 നമ്മുടെ അമോണിയമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നോർമാലിറ്റി ക്വസ്റ്റ്യൻ തരൂല, H2SO4ൻ്റെ നോർമാലിറ്റി ക്വസ്റ്റ്യൻ തരൂല, അതിന് പകരം മൊളാരിറ്റി തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊളാരിറ്റിയെ നോർമാലിറ്റിയിലോട്ട് മാറ്റണം. എന്ത് ചെയ്താൽ മതി, ഇൻറ്റു N ഫാക്ടർ എന്ത് ചെയ്താൽ മതി. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ H2SO4 നോർമാലിറ്റി ക്വസ്റ്റ്യൻ തരും, പക്ഷേ എത്ര H2SO4 NH3 റിയാക്ട് ചെയ്തു എന്ന് പറയൂല, അതിന് പകരം ഒരു 100 ml H2SO4 എടുത്തു എന്ന് പറയും. അതിൽ 40 ml ബാക്കിയായി എന്ന് പറയും. അപ്പോൾ 100 നിന്ന് 40 കുറച്ചിട്ടുള്ള ബാക്കി കിട്ടുന്ന 60 ഉണ്ടല്ലോ, ആ 60 ആയിരിക്കും അമോണിയമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവുക, റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ 60 ആണ് ഇക്വേഷനിൽ പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, V1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അടുത്ത ടൈപ്പ്, നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ അതാണ് ഇവിടെ. അതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് എടുത്ത H2SO4ൻ്റെ വോളിയം തരും, ബാക്കിയായ H2SO4ൻ്റെ വോളിയം തരൂല, ബാക്കിയായിട്ടുള്ള H2SO4 ഇത്ര വോളിയം ഇത്ര നോർമാലിറ്റി NOH റിയാക്ട് ചെയ്തു എന്ന് പറയും. അതായത് NOHൻ്റെ നോർമാലിറ്റിയും വോളിയം തരും, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയായിട്ടുള്ള H2SO4ൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷനാ? N1V1 = N2V2 വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിയായിട്ടുള്ള H2SO4 നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, എടുത്തതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, അത് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആകെയുള്ള ടാസ്കിൻ N1 നമുക്കറിയാം. കാരണം എന്താ, ക്വസ്റ്റ്യനിൽ H2SO4ൻ്റെ മൊളാരിറ്റി 0.5 തന്നിട്ടുണ്ട്. അപ്പോൾ മൊളാരിറ്റിയെ നോർമാലിറ്റിയോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൊളാരിറ്റി ഇൻറ്റു N ഫാക്ടർ ചെയ്താൽ മതി. H2SO4ൻ്റെ N ഫാക്ടർ 2 ആണ്. അപ്പോൾ 0.5 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ N1 നമുക്ക് 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര? 0.5 gram ആണ്. 0.5 gram. നമുക്ക് ആകെ അറിയേണ്ട എന്താ, ഈ V1 നമുക്കറിയില്ല, എത്ര H2SO4 റിയാക്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. എടുത്തത് അറിയാം, എടുത്തത്ര 50 ml H2SO4 എടുത്തിട്ടുണ്ട്. ബാക്കിയായത് അറിയില്ല, ബാക്കിയായത് കണ്ടുപിടിക്കണം. എങ്ങനെ ബാക്കിയായത് കണ്ടുപിടിക്കുക? ബാക്കിയായിട്ടുള്ള H2SO4, ബാക്കിയായിട്ട് നോർമാലിറ്റി ഇപ്പോഴും N1 ആയിട്ട് എടുക്കുന്നു, ബാക്കിയായിട്ടുള്ള H2SO4ൻ്റെ വോളിയം തൽക്കാൻ ഞാൻ V1 ആയിട്ട് എടുക്കുന്നു. അത് നോർമാലിറ്റി NOHൻ്റെ N2 NOHൻ്റെ V2 വോളിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെറിവേഷനിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ, V1 വേണ്ടേ. V1 = NOHൻ്റെ നോർമാലിറ്റി ഇൻറ്റു NOHൻ്റെ വോളിയം ബൈ നോർമാലിറ്റി ഓഫ് H2SO4. NOHൻ്റെ നോർമാലിറ്റി എത്രയാടാ? 0.5 മോളാർ NOH എന്നാണ്. ഒരു മൊളാരിറ്റിയെ നോർമാലിറ്റി മാറ്റാൻ ഇൻറ്റു N ഫാക്ടർ ചെയ്യുക. NOHൻ്റെ N ഫാക്ടർ 1 ആയതുകൊണ്ട് മൊളാരിറ്റിയും അതേപോലെ നോർമാലിറ്റി എന്താണ്, സെയിം തന്നെയാണ്. എത്ര NOH മക്കൾ റിയാക്ട് ചെയ്തത്? 60 ml. അപ്പോൾ 60 ml ബൈ നോർമാലിറ്റി ഓഫ് H2SO4 എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1 കിട്ടുക. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 30 കിട്ടും. അപ്പം ഇത് ബാക്കിയായതാ, 30 ബാക്കിയായി. 50 ml H2SO4 എടുത്തിട്ടുണ്ട്, 30 ml ബാക്കിയായി. അപ്പോൾ ബാക്കി 20 ml ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ V1 എടുത്തത് എത്രയാടാ, 50 ആണ്. ബാക്കിയായത് എത്ര, 30 ആണ്. അപ്പോൾ എത്ര റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, 20 റിയാക്ട് ചെയ്തിട്ടുണ്ടാവും.
ഈ 20 ആണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കൂളായിട്ട് ആൻസർ കിട്ടും. അതായത് പെർസെൻറ്റേജ് ഓഫ് n ഈക്വൽ ടു 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് H2SO4 ഇൻറ്റു എത്ര വോളിയം H2SO4 അമോണിയമായിട്ട് റിയാക്ട് ചെയ്തു ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ചെയ്യുക. 1.4 ഇൻറ്റു 1 ഇൻറ്റു ബാക്കിയത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ 20 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു 20 ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എത്ര, 0.5 ആണ്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ അവിടെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജൽഡാൾ മെത്തേഡിൻ്റെ ബാക്കി ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. താങ്ക് യു.